ഇന്ന് നമ്മുടെ കിച്ചണിലാകുമ്പോൾ അറിയാം കുക്കിംഗ് ആണ് ഇന്നത്തെ ഐറ്റം. അതായത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ തനി നാടൻ, വളരെ സ്വാദിഷ്ടം, വളരെ പോഷക സമ്പുഷ്ടം, പക്ക വെജിറ്റേറിയൻ, എല്ലാ ഗുണങ്ങളുമുള്ള ഒരു കറിയാണ്. അതെ, നമ്മുടെ മുരിങ്ങക്ക തന്നെയാണ് താരം. മുരിങ്ങക്ക എന്നും പല ഭാഗങ്ങളിലും മുരിങ്ങക്കോലെന്നൊക്കെ അറിയപ്പെടുന്ന സാധനമാണ്. ഞാനിത് 3 മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കി കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് 1 by 1 ആയിട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി ഞാൻ കാണിക്കാം. ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മുരിങ്ങക്കയും ടൊമാറ്റോ, തക്കാളിയും ഒരല്പം മുരിങ്ങയിലേക്ക് ചേർത്ത് ഒരു കിടിലൻ കറി ഉണ്ടാക്കാൻ പോകണം. ചോറിനും ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. വെച്ചിട്ട് ഇതിലേക്കൊരു 1 കപ്പ് കണക്കാക്കി വെള്ളം ഒഴിക്കുക. വെള്ളത്തിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ്. നമ്മളെടുത്ത ഈ മുരിങ്ങക്കോലുണ്ടല്ലോ, അല്ലെങ്കിൽ മുരിങ്ങക്കായ ഉണ്ടല്ലോ, ഇതിലേക്കിട്ട് ഒന്ന് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇല്ലാതെയും ചെയ്യാം. ഇതായാലും കുറച്ചും കൂടി എളുപ്പമാണ്. ആദ്യം മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ. സോ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെന്തിട്ടുണ്ട്, ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ബാക്കി വിഭവങ്ങളൊക്കെ റെഡിയാണ്. ഞാൻ ഇടുന്ന സമയത്തെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂണാണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട്. പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് വെളുത്തുള്ളി, ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നു കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന, ഞാൻ ഈ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ സവാള എടുക്കുക. ഞാനൊരു 30 അല്ലിയോളം ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിക്കാണ് എപ്പോഴും ടേസ്റ്റ്. ഇല്ലെങ്കിൽ 2 വലിയ സവാള ഉപയോഗിച്ചാൽ മതി. ഒരല്പം ഉപ്പ് ഇതിലേക്ക് അടി കൊടുക്കുക. ഈ സമയത്ത് ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്നവരെ, ഒരു ചെറുതായിട്ടൊന്ന് നിറം മങ്ങുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ചില്ലി പൗഡറാണ്. ഇതിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കണം. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ നിറം കിട്ടും. ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കണക്കാക്കി കുറച്ചിട്ടാൽ മതി കേട്ടോ. വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പൊടികളുടെയും മണം മാറുന്നത് വരെ ഒരു 3 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെക്കുക എപ്പോഴും പൊടി മൂപ്പിക്കുന്ന സമയത്ത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നു. ഒരു 3 ടൊമാറ്റോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആഡ് കൊടുക്കുക. നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് തക്കാളി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് തക്കാളി ഉപയോഗിക്കുന്നതിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താലും മതി. സോ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ കറിയിൽ കുറച്ച് വെറൈറ്റി അല്പം മുരിങ്ങയില കൂടെ ചേർക്കുന്നുണ്ട്. ഈ കുറച്ച് മുരിങ്ങയില ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ മുരിങ്ങയിലയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ മുരിങ്ങയില ചെറിയൊരു കയ്പുണ്ടാവും, പക്ഷേ അതൊരു ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആ മുരിങ്ങയില ഒന്ന് ചെറുതാക്കി മാറ്റട്ടെ ആദ്യം. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ലീഫ് മാത്രം എടുക്കുക കേട്ടോ. കുറച്ച് മതി. സോ ഇത്രയും മതി. സോ അപ്പോഴേക്ക് നോക്കുക, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ.
സോ ഈ സമയം നമ്മളിതിലേക്ക് ഈ മുരിങ്ങക്കായ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ ഒരല്പം കായപ്പൊടി. കായത്തിൻ്റെ പൊടി വളരെ കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂണിന് താഴെ മതി. ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മൾ എടുത്തു വെച്ച മുരിങ്ങയിലുണ്ടല്ലോ, ഇത്തവണ നമ്മൾ കറിവേപ്പില ഒഴിവാക്കി പകരം മുരിങ്ങയില ചേർക്കുന്നത്. മുരിങ്ങയില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. സോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യമനുസരിച്ച്. ഇനി ഇതൊരു 10 മിനിറ്റ് ഈ സാധനം വേവട്ടെ. നമ്മളൊരിക്കൽ വേവിച്ചതാണ് മുരിങ്ങയ്ക്ക, എന്നാലൊരു 10 മിനിറ്റ്, അത് ഒരു 7 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, വേവട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കറി ഏകദേശം 7 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. കിഡിലെ ലുക്കല്ലേ. ഇതാണ് നമ്മുടെ മുരിങ്ങക്കായ കറി. നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കറി ഇതേ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ടേസ്റ്റി ആണെന്നുള്ളത്. ഇത് ചപ്പാത്തിക്കും ചോറിനും വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കോമ്പിനേഷനാണ്. ബെസ്റ്റ് കറിയാണ്. ഈ സമയത്ത് മുരിങ്ങയ്ക്ക ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ്. സോ മുരിങ്ങക്കയുടെയും മുരിങ്ങയിലയുടെയും ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.